മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള 3 ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ സ്നാപ്സീഡ്, ലൈറ്റ്റൂം മൊബൈൽ, പിക്സാർട്ട്. ഈ പറയുന്ന 3 ആപ്ലിക്കേഷൻസും ക്വാളിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഫോട്ടോസിനെ കംപ്രസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്വാളിറ്റി ലോസ് ആക്കുന്നതും ഏത് ആപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ പറഞ്ഞ 3 ആപ്ലിക്കേഷൻസിന്റെയും ക്വാളിറ്റി ആൻഡ് കംപ്രഷൻ ടെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ എങ്ങനെ ആരെയും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. എന്തായാലും ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി, നമ്മൾ ഈ കംപ്രഷനിലൂടെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നഷ്ടമാവുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ഏതാണ് നമ്മൾ കണ്ടെത്തുന്നു. ഓക്കെ, ഇനി എങ്ങനെ നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിനുള്ള ഉത്തരവും ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കംപ്ലീറ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്ന്. ഓക്കെ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, മൊബൈൽ ഫിലിം മേക്കിംഗ്, ഇത്തരം റിലേറ്റഡ് ആയിട്ടുള്ള പൊളി കണ്ടന്റ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, 60ഓളം വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു EYESOPEN. ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ലെറ്റ്സ് ഇൻട്രോ. പിക്സാർട്ട് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതായത് മൊബൈൽ ഫോണിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിൽ ഫോട്ടോഷോപ്പ് പോലെ ഒരുപാട് ടൂൾസ് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. പക്ഷേ നമ്മളുടെ ഈ കംപ്രഷൻ ടെസ്റ്റിൽ നിങ്ങൾ കണ്ടതാണ്, നമ്മൾ 3.53 MB സൈസുള്ള ഒരു ഫോട്ടോ നമ്മൾ 3 ആപ്ലിക്കേഷനിൽ ഒരുപോലെ ഇമ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സേവ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു എഡിറ്റിംഗും അവർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പോലും ആപ്ലിക്കേഷൻ എത്രത്തോളം MB കംപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിൽ എത്രത്തോളം എഫക്റ്റുകൾ ആഡ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യാൻ നേരത്ത് എത്രത്തോളം അതിൻ്റെ റെസൊല്യൂഷനും MBയും ഒക്കെ അല്ലെങ്കിൽ ക്വാളിറ്റിയും നഷ്ടമാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. അത് ഓൾറെഡി എല്ലാവരുടെയും പരാതിയുമാണ്. പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ ഒരുപാട് ക്വാളിറ്റി ലോസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതൊരു ബഗ്ഗായിട്ട് നമുക്ക് കൂട്ടാം. കാരണം ഇത്രത്തോളം ഫീച്ചേഴ്സ് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. ഇന്നും ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനും കൂടിയാണ് മൊബൈലിൽ പിക്സാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്തായാലും നമ്മളിതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് ക്വാളിറ്റിയുള്ള ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പിക്ചറിൽ ക്വാളിറ്റി ഉണ്ടാവുന്നതെന്ന് നോക്കാം. എങ്കിലല്ലേ നമുക്കിത് കുറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ PS ടച്ച് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പിക്സാർട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ ഞാനൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ വിഡ്ത്തും ഹൈറ്റും കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. 150 വിഡ്ത്തും ഹൈറ്റും ഞാൻ കൊടുക്കുന്നത് 150 ആണ്. അതായത് വളരെ കുറച്ച് പിക്സൽസാണ് ഞാൻ ഈ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുവാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ആയി വന്നിട്ട്, അതായത് ഈ കാണുന്ന കുഞ്ഞു ബോക്സിനെ പിക്സൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞു പിക്സൽ ബോക്സുകളാണ് നമ്മളെ പിക്ചറിൻ്റെ ക്വാളിറ്റി നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോക്സിൻ്റെ അളവ് എത്രത്തോളം കൂട്ടുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ക്വാളിറ്റിയും കൂടും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസമെന്ന്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും കുറച്ച് പിക്സൽസ് ഉള്ള ഒരു ക്യാൻവാസാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുവാണ്. ഞാനിവിടെ ജസ്റ്റ് ഈ ടെക്സ്റ്റ് തന്നെ ഞാനിവിടെ ആഡ് ചെയ്യുവാണ്.
എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോളൂ എന്ത് വ്യത്യാസമാണ് ഇതിൽ വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോളൂ. ഓക്കെ, ഞാൻ ഇവിടെ ടെക്സ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോളൂ. ഞാനിപ്പോൾ ഈ ടിക്ക് കൊടുക്കുമ്പോൾ ഈ ടെക്സ്റ്റിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടോ, ഇപ്പോൾ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി മുഴുവനും പോയിട്ടുണ്ട്. അതായത് ആ ഒരു എഡ്ജ് ഒന്നും നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല, പിക്സലേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഓഫ് പിക്സൽസ് എന്ന് പറയുന്നത് 150 വളരെ കുറവാണ്. അപ്പോൾ നമ്മളുടെ പിക്ചറിൻ്റെ ക്വാളിറ്റി ഇതാ ഏകദേശം ഇതായിരിക്കും അവസ്ഥ. ഇനി നമുക്ക് കുറച്ച് കൂട്ടി പിക്സൽസ് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടാവും റിസൾട്ട് എന്ന് നോക്കാം. ഇതിൽ ഞാൻ കൊടുക്കാൻ പോകുന്ന സൈസ് എന്ന് പറയുന്നത് 3000 ആണ്. അപ്പോൾ 3000 അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് 3000 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്തത് 150 ആണ്. ഇപ്പോൾ നമ്മൾ 3000 ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ എമൗണ്ട് ഓഫ് പിക്സൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം ഇതൊരു വൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ 3000 അപ്പോൾ അത്രയും പിക്സൽസ് നമ്മൾ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. ഇത് ഓരോ കുഞ്ഞു പിക്സൽസും കൂടി ചേർന്ന് നമ്മൾ കൊടുത്ത എമൗണ്ടിനനുസരിച്ച് ഇത്രത്തോളം പിക്സൽസ് ഇതിനകത്ത് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി നേരത്തെ ചെയ്ത പോലെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഈ ടെക്സ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് ടിക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ടിക്ക് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ പിക്ചറിൻ്റെ എഡ്ജ് വരെ നമുക്ക് ഇത്രയും സൂം ചെയ്തിട്ട് അതിൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും കളയാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് നമ്മളെ ഫോട്ടോയ്ക്ക് സംഭവിക്കുന്നതെന്ന്? നമ്മൾ ഫോട്ടോസിനകത്തുള്ള നമ്മൾ എടുക്കുമ്പോൾ ഉള്ള റെസൊല്യൂഷൻ അല്ലെങ്കിൽ പിക്സൽസ് കൂടുമ്പോൾ റെസൊല്യൂഷൻ ആവുന്നു. ആ റെസൊല്യൂഷൻ കുറവാവുന്നത് കാരണമാണ് നമ്മളുടെ പിക്ചേഴ്സിന് ക്വാളിറ്റി ഇല്ലാതായി പോകുന്നത്. ചില ആപ്ലിക്കേഷനിൽ നമ്മൾ എടുത്ത ഫോട്ടോസ് ക്വാളിറ്റി കാണും, അപ്ലോഡ് ചെയ്ത് അതിനകത്തേക്ക് ആക്കി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ആപ്ലിക്കേഷൻസ് കംപ്രസ് ചെയ്യും. നിങ്ങൾ നോക്കുക, ഇതിൽ കണ്ടോ, നിങ്ങൾക്ക് ഒരു എഡ്ജ് പോലും നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി കുറയാൻ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയേണ്ട കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞറിവുകളാണെങ്കിലും വളരെ പവർഫുള്ളായിട്ടുള്ള അറിവുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇന്ന് മടിക്കുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ലൈവായിട്ടാണ് ഞാൻ ഇത് കാണിച്ചിരുന്നത്. കാണാമല്ലോ, ഇതിൻ്റെ എഡ്ജൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നേരത്തെ നിങ്ങൾ കണ്ട ആ ഒരു ഇത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മളുടെ പിക്ചറിൻ്റെ പിക്സൽസ് എമൗണ്ട് കൂടുന്തോറും നമ്മളെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എന്ത് കാര്യമായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കൂടും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുന്ന പിക്ചേഴ്സ് എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു ക്യാൻവാസ്, നമുക്ക് ഇൻസ്റ്റയാണോ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിനനുസരിച്ചുള്ളൊരു ക്യാൻവാസ് നിങ്ങൾ സൈസ് കറക്റ്റ് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുക, വിഡ്ത്തും ഹൈറ്റും എടുത്തിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. നല്ലൊരു എമൗണ്ട് ഓഫ് പിക്സൽസ് കൊടുത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ പുറത്തേക്ക് ലെയർ ബൈ നിങ്ങൾ ആഡ് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോ. എന്നിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക. അമിതമായ എഡിറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിക്ചറിന് ഒരുവിധം ക്വാളിറ്റി ഇല്ലാത്ത പിക്ചറാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി കിട്ടും. എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ക്വാളിറ്റി ഒട്ടുമില്ലാത്തൊരു പിക്ചർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം നമ്മൾ ഈ ഓരോ പിക്സൽസിനകത്തും RGB റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ 3 നിറങ്ങൾ മിക്സ് ചെയ്ത്, അതായത് ഫില്ല് ചെയ്താണ് നമ്മൾ ഈ കാണുന്ന ഒരു പിക്ചറിൻ്റെ ടോട്ടലായിട്ടുള്ള കളേഴ്സ് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു വലിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന പിക്ചർ തീരെ ക്വാളിറ്റി ഇല്ലാത്ത പിക്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിനകത്ത് മൊത്തത്തിലായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പിക്ചർ കൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റ് ക്വാളിറ്റി കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ക്വാളിറ്റി എങ്കിലും ഉള്ള പിക്ചേഴ്സിനെ നിങ്ങൾ ഇതുപോലുള്ള പെർഫെക്റ്റ് ക്യാൻവാസുകൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പുറത്തിട്ട് എഡിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈ കംപ്രഷനും തടയാൻ പറ്റും. ഇമേജിൻ്റെ ക്വാളിറ്റിയും ആ ഒരു എഡ്ജൊക്കെ ഫെദർ വരുന്ന ആ ഒരു പിക്സലേറ്റഡ് ആയിട്ട് പോകുന്ന ആ ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്, ഇനി ചെയ്യാനിരിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കും. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പൊളി വീഡിയോസുമായി നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ. ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ബൈ.